ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്നത് സൈലൻറ്റ് ലെറ്റേഴ്സിലെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ എൽ വരെയുള്ളവയാണ് നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തത്. അപ്പോൾ ഇന്ന് NPSTRW എന്നീ ലെറ്റേഴ്സാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നതെയും പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോകൾ മിസ്സാവാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം. അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ സൈലൻറ്റ് ലെറ്റേഴ്സ് എന്നാൽ എന്താണെന്ന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുമ്പത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക, അപ്പോൾ ക്ലിയർ ആവും. ഇനി N എന്ന ലെറ്റർ പരിശോധിച്ചാൽ ഒരു വേർഡിൻ്റെ എൻഡിൽ എമ്മിന് മുന്നിലായിട്ട് N വരുമ്പോൾ N സൈലൻ്റ് ആവുന്നതാണ്. കുറച്ച് എക്സാമ്പിളുകൾ നോക്കിയാൽ മനസ്സിലാവും. ഡാം, ഡാം, ഡാം മീൻസ് ശപിക്കുക. ഡാം. ഓട്ടം, ഓട്ടം, ഓട്ടം മീൻസ് ശരത്കാലം, എ സീസൺ ഇൻ എ ഇയർ. ഹെം, ഹെം, ഹെം മീൻസ് സ്തുതിഗീതം എന്ന് പറയും, അതായത് ഗോഡിനെ ഒക്കെ പ്രകീർത്തിച്ച് പാടുന്ന സോങ്ങിനെയാണ് ഹെം എന്ന് പറയുന്നത്. കോളം, കോളം മീൻസ് ഒരു പേജിനെ വെർട്ടിക്കൽ ലൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ വേറൊരു മീനിങ് ഉണ്ട്, പങ്ക്തി, അതായത് ന്യൂസ് പേപ്പേഴ്സിലും മാഗസീനിലുമൊക്കെ തുടർച്ചയായിട്ട് ഒരു വിഷയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതുന്നതിന് കോളം എന്ന് പറയും. റെഗുലർ റൈറ്റിംഗ് ഓൺ ദ ബേസിസ് ഓഫ് എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. ദെൻ കണ്ടം, കണ്ടം മീൻസ് എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് അപലപിക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക, അതായത് എക്സ്പ്രസ് എ സ്ട്രോങ് ഡിസപ്രൂവൽ അഗെയിൻസ്റ്റ് സംതിങ്. ഇനി പി എന്ന ലെറ്റർ നോക്കിയാൽ പി സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ പിക്ക് മുന്നിലായിട്ട് എന്നോ അല്ലെങ്കിൽ എസ്സോ ഒക്കെ വരുമ്പോൾ ചില വേർഡുകളിൽ പി സൈലൻ്റ് ആയിരിക്കും. ന്യൂമോണിയ, ന്യൂമോണിയ. സൈക്യാട്രിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനസികമായ പ്രശ്നങ്ങളുള്ളവരെ ചികിത്സിക്കുന്ന ഡോക്ടർ. സൈക്കോളജി, സൈക്കോളജി മീൻസ് മനഃശാസ്ത്രം. സ്യൂഡോ, സ്യൂഡോ, സ്യൂഡോ എന്ന് പറഞ്ഞാൽ കപടമായ അല്ലെങ്കിൽ കാപട്യം, അത് ശരിയായ ഒന്നിന് ഓപ്പോസിറ്റായിട്ടുള്ളത്. റെസീറ്റ്, റെസീറ്റ്, റെസിറ്റ് മീൻസ് എന്തെങ്കിലും ഒന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കൺഫേം ചെയ്യാനായി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പേപ്പർ. ഇനി ടി എന്ന ലെറ്റർ എടുത്താൽ ഓഫൺ, ഓഫൺ, ഓഫൺ മീൻസ് പലപ്പോഴും, ഫ്രീക്വൻ്റ്ലി. ലിസൺ, ലിസൺ, ലിസൺ മീൻസ് ശ്രദ്ധിക്കുക. കാസിൽ, കാസിൽ മീൻസ് കോട്ട, എ ബിഗ് ഫോർട്ടിഫൈഡ് റെസിഡൻസ്. റെസ്ലിംഗ്, റെസ്ലിംഗ്, റെസ്ലിംഗ് എ നെയിം ഓഫ് എ ഫൈറ്റിംഗ് ഗെയിം, ഗെയിമിൻ്റെ പേരാണ്. ഈ വേർഡിൽ W എന്ന ലെറ്ററും സൈലൻ്റ് ആണ്. ഇനി എസ് എടുത്താലോ അയലൻഡ്, അയലൻഡ്, അയലൻഡ് മീൻസ് ദ്വീപ്. എസ്സിലധികം സൈലൻ്റ് ലെറ്റേഴ്സ് ഇല്ല. ഇനി W എന്ന ലെറ്ററിൻ്റെ കാര്യം പരിശോധിച്ചാൽ ഒരുപാട് വേർഡുകൾ W സൈലൻ്റ് ആയിരിക്കുന്നവയുണ്ട്. അതായത് റൈറ്റ്, റൈറ്റ് മീൻസ് എഴുതുക, റൈറ്റ്. റാപ്പ്, റാപ്പ് മീൻസ് പൊതിയുക. സ്വേർഡ്, സ്വേർഡ് മീൻസ് വാൾ. ടു, ടു നമ്പർ. ഹോൾ, ഹോൾ മീൻസ് മുഴുവൻ. റിങ്കിൾ, റിങ്കിൾ മീൻസ് ചുളിവുകൾ, ചുളിഞ്ഞത്. റിസ്റ്റ്, റിസ്റ്റ്. ഹൂ, ഹൂ മീൻസ് ആരെ. ഹൂം, ഹൂം മീൻസ് ആരെ. ആൻസർ, ആൻസർ, ആൻസർ മറുപടി, ഉത്തരം നൽകുക. നോ, നോ. റോങ്, റോങ്, റോങ് മീൻസ് തെറ്റ്. ഫാൾസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൈലൻറ്റ് ലെറ്റേഴ്സിൻ്റെ കാര്യം. ഇനി ടിയുടെ കൂടെ എസിൻ്റെ കൂടെയൊക്കെ ION എന്നീ ലെറ്ററുകൾ ഒന്നിച്ച് വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചില പ്രൊനൗൺസിയേഷനുകൾ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ നേഷൻ, നേഷൻ, NATION, നേഷൻ മീൻസ് രാഷ്ട്രം. ഷ, ഷ എന്ന ഒരു ഉച്ചാരണമാണ് അവിടെ വരിക. ഒക്യുപേഷൻ, ഒക്യുപേഷൻ മീൻസ് തൊഴിൽ. മോഷൻ, മോഷൻ മീൻസ് ചലനം, മൂവ്മെൻറ്റ്സ്. പോർഷൻ, പോർഷൻ മീൻസ് പാർട്ട്, ഭാഗം. സെക്ഷൻ, സെക്ഷൻ മീൻസ് വിഭാഗം. ഇൻറ്റൻഷൻ, ഇൻറ്റൻഷൻ മീൻസ് ഉദ്ദേശം. ഫിക്ഷൻ, ഫിക്ഷൻ മീൻസ് കെട്ടുകഥ, ഫിക്ഷൻ. ഇതേപോലെ അതുപോലെ തന്നെ എസ് വരുന്നത് നോക്കിയാൽ ഒക്കേഷൻ, ഒക്കേഷൻ, ഒക്കേഷൻ മീൻസ് സന്ദർഭം, അവസരം. മിഷൻ, മിഷൻ മീൻസ് ദൗത്യം, സ്പെസിഫിക് ഡ്യൂട്ടി. വിഷൻ, വിഷൻ മീൻസ് കാഴ്ച അല്ലെങ്കിൽ കാഴ്ചപ്പാട്. ഇതേപോലെ അതുപോലെ തന്നെ കണ്ടീഷൻ, റിഡക്ഷൻ, എഡ്യൂക്കേഷൻ, ഇങ്ങനെയൊക്കെ പ്രൊനൗൺസിയേഷനിൽ വരുന്ന വേർഡുകൾ, അതൊക്കെ പരിചയമുള്ള വേർഡുകളാണ്. അതുപോലെ തന്നെ OUGH എന്നിവ ഒന്നിച്ച് വരുന്ന സമയത്ത് വ്യത്യസ്തമായ ഉച്ചാരണങ്ങളാണ് ചില വേർഡുകളിൽ.
അതായത് ROUGH വായിക്കുന്നത് റഫ് എന്നാണ്. റഫ് ജി എച്ചിന് വേറെ ഒരു ഉച്ചാരണമാണ് റഫ്. ഓഫ് എന്നൊരു പ്രൊനൗൺസ്. ഓഫ്. റഫ് മീൻസ് പരുപരുത്തത്, സോഫ്റ്റ് ഇല്ലാത്തത്. ഇനഫ്. ഇനഫ്. ഇനഫ് മീൻസ് ആവശ്യമുള്ളത്രയും, സഫിഷ്യൻറ്റ്. ഇനി മറ്റൊരു ഉച്ചാരണം വരുന്നത് ദോ. ഓ എന്നൊരു ഉച്ചാരണമാണ്. ദോ, ഓൾ ദോ. ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് എങ്കിലും എന്നാണ്. ഇനി മറ്റൊരു പ്രൊനൗൺസ് വരുന്നത് ത്രോ. THROUGH. ത്രോ. ത്രോ മീൻസ് ഊടെ എന്നാണ് എൻ്റെ ഒരു മീനിങ് വരുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ത്രൂ ദ റൂട്ട് എന്ന് വെച്ചാൽ നമുക്ക് ആ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങാം, അല്ലെങ്കിൽ ആ വഴിയിലൂടെ പോകാം എന്നാണ് മീനിങ്. അപ്പോൾ നമ്മുടെ പ്രൊനൗൺസിയേഷൻ പാർട്ടുകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പാർട്ട് ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഓക്കെ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു പാർട്ടിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.